Hello everyone, welcome to English Disha, the question quest, understanding the exam dynamics. So English Disha, നിങ്ങൾക്ക് PG entrance വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു സെഷനാണിത്. അപ്പോൾ വിതൗട്ട് ഡിലേ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ PYQs എത്രയോ നമ്മൾ സോൾവ് ചെയ്യുന്നോ അത്രയും നമുക്ക് എന്താ പറയാ അത് നമുക്ക് സിമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് PYQs നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയാ നമ്മൾ ചിലപ്പോൾ അറിയാത്ത ഭാഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നോക്കാത്ത ഭാഗങ്ങളായിരിക്കാം നമ്മൾ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ള ചില പോർഷൻസ് ആയിരിക്കാം PYQs നമ്മൾ സോൾവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്പെഷ്യലി കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ PYQസിനെ ഫോക്കസ് ചെയ്യാം. ദാറ്റ്സ് വാട്ട് വി ആർ പ്രൊവൈഡിങ് ടു യു ഹിയർ. അപ്പൊ ഇവിടെ നമ്മൾ PYQs ആണ് കൂടുതലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, ഒപ്പം തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. And here we have the question, the first question of today. Who wrote the famous work Orientalism, which was published in 1978? The options are Michael Foucault, Edward Said, G. Spivak, Homi Bhabha. അപ്പോൾ ഇവരിൽ ആരാണ് ഓറിയന്റലിസം എന്ന വെരി ഫേമസ് വർക്ക് എഴുതിയിട്ടുള്ളത്? ദ ആൻസർ ഈസ് എഡ്വാർഡ് സെയ്ദ്. ഓക്കെ, എഡ്വേർഡ് സെയ്ദ് ആണ് നമ്മൾ ഈ ഒരു ഓറിയന്റലിസം എന്നൊരു വർക്ക് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഓറിയന്റലിസം എന്ന ഒരു ടേം എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരു ക്രിട്ടിക്കൽ കോൺസെപ്റ്റ് ആയിട്ടാണ്. അപ്പൊ എന്താണ് ഇത് പറയുന്നത്? ഓറിയന്റലിസം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ടേം എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? വാട്ട് ഇറ്റ് സേസ്, it is the concept to describe the Western world's commonly scornful depiction and portrayal of the Eastern world, that is the Orient. അപ്പോൾ വെസ്റ്റേൺ വേൾഡ് ഈസ്റ്റേൺ വേൾഡിനെ വളരെ എന്താ പറയാ ഒരു പരിഹാസ്യ രീതിക്കാണ് അവരുടെ ഒരു മിക്ക വർക്സിലും അവരെ ഡെപ്പിക്ട് ചെയ്തിട്ടുള്ളത്, പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ടേമാണ് ഓറിയന്റലിസം. ഓക്കെ, അപ്പൊ വെസ്റ്റേൺ വേൾഡ് ഈസ്റ്റേൺ വേൾഡിനെ, ഈസ്റ്റേൺ കൺട്രീസിനെ അല്ല വളരെ സ്കോൺഫുൾ ആയിട്ട്, വളരെ എന്താ പറയാ വില ഇല്ലാത്ത തരം താഴ്ചന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പരിഹാസ രീതിക്ക് പോർട്രേ ചെയ്യുന്നുണ്ട് അവരുടെ മിക്ക വർക്സിലും. അപ്പോൾ അതിനെ ആ ഒരു എന്താ പറയാ ആ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് ഓറിയന്റലിസം എന്ന വാക്കിനെ ഇവിടെ എഡ്വേർഡ് സെയ്ദ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഓറിയന്റലിസം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കോൺസെപ്റ്റ് ആണ് വെസ്റ്റേൺ വേൾഡ് ഈസ്റ്റേൺ വേൾഡിനെ പോർട്രേ ചെയ്യുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The language of the age is never the language of poetry. Who said this? അപ്പൊ ആരോ പറഞ്ഞൊരു ക്വാട്ടാണ് അല്ലെ, ഒരു വാക്യമാണത്. The language of the age is never the language of poetry. അപ്പൊ ആരാണിത് പറഞ്ഞത്? ഈ ഒരു സെന്റൻസ് പറഞ്ഞത് ആരാണ്? തോമസ് ഗ്രേ ആണോ, ജെയിംസ് തോംസൺ ആണോ, ഫിലിപ്പ് സിഡ്നി ആണോ, അലക്സാണ്ടർ പോപ്പ് ആണോ? ഓരോ യുഗങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും പോയട്രിയുടെ ഭാഷയല്ല അല്ലെ. ലാംഗ്വേജ് ഓഫ് ദ ഏജ് ഒരിക്കലും ലാംഗ്വേജ് ഓഫ് പോയട്രി അല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത് തോമസ് ഗ്രേ ആണ്. ഓക്കെ, തോമസ് ഗ്രേ ഇത് പറഞ്ഞിരിക്കുന്നത് റിച്ചാർഡ് വെസ്റ്റിന് എഴുതിയിട്ടുള്ള ഒരു ലെറ്ററിലാണ്, വിച്ച് വാസ് റിട്ടൺ ഓൺ 8 April 1742. ഓക്കെ, റിച്ചാർഡ് വെസ്റ്റിന് എഴുതിയിട്ടുള്ള ഒരു ലെറ്ററിലാണ് ഈ ഒരു വാക്യം തോമസ് ഗ്രേ എഴുതിയിട്ടുള്ളത്. തോമസ് ഗ്രേ ആരാണ്? തോമസ് ഗ്രേ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരേണ്ട ഒരു പോമാണ് ആൻ എലജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്. ഓക്കെ, അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എപ്പിക് പോയമാണ് കേട്ടോ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇംഗ്ലീഷ് ലിറിക് പോംസ്. മറക്കരുത്, തോമസ് ഗ്രേനെ കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മിക്ക എക്സാംസിനും, മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിനും തോമസ് ഗ്രേയുടെ എലജീനെ പറ്റി ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എലജി. എലജി എന്ന ഒരു എന്താ പറയാ ഒരു പോം ഫോം അല്ലെ, ആ ഒരു എലജി എന്നൊരു ടൈപ്പ് ഓഫ് പോയത്തിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് തന്നെ ആരെയാണ്? തോമസ് ഗ്രേ ആണ്. അപ്പോ an elegy written in a country churchyard ഒരിക്കലും മിസ്സായി പോകരുത് കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോൾ അത് മിസ്സായി പോകരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. The next question. Which among the following novels is not written by D.H. Lawrence?
തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ DH ലോറൻസ് എഴുതാത്ത അല്ലെങ്കിൽ DH ലോറൻസിൻ്റെതല്ലാത്ത നോവൽ ഏതാണ്? സൺസ് ആൻഡ് ലവേഴ്സ്, ഡബ്ലിനേഴ്സ്, ദ റെയിൻബോ, ലേഡി ചാറ്റർലീസ് ലവർ. ഇതിലേതാണ് DH ലോറൻസ് എഴുതാത്തത്? ദ ആൻസർ ഈസ് ഡബ്ലിനേഴ്സ്. ഡബ്ലിനേഴ്സ് എഴുതിയിരിക്കുന്നത് ഐറിഷ് ഓതറായ ജെയിംസ് ജോയ്സിയാണ്. 1914 ജെയിംസ് ജോയ്സി ഡബ്ലിനേഴ്സ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസിലെ ബാക്കി എല്ലാ നോവൽസും DH ലോറൻസിൻ്റെതാണ് കേട്ടോ. സൺസ് ആൻഡ് ലവേഴ്സ്, ദ റെയിൻബോ, ലേഡി ചാറ്റർലീസ് ലവർ, ഇതെല്ലാം DH ലോറൻസ് എഴുതിക്കുന്നതാണ്. ഡബ്ലിനേഴ്സ് എഴുതിയിരിക്കുന്നത് ജെയിംസ് ജോയ്സിയാണ് 1914. അപ്പോൾ ഈ ഡബ്ലിനേഴ്സിൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചുള്ളൊരു വർക്കാണത്, നോവലാണത്? It addresses the conflicts of interpersonal relationships, religious tension and political concerns of 20th century. 20ാം നൂറ്റാണ്ടിലെ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമുള്ള പല കോൺഫ്ലിക്ട്സിനെ കുറിച്ചും പിന്നെ എന്താ പറയുക ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിലുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ചും, ആൾക്കാർ തമ്മിലുള്ള, വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ കോൺഫ്ലിക്ട്സ് 20ാം നൂറ്റാണ്ടിൽ നിന്നിരുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് അദ്ദേഹം ആ ഒരു നോവലിലൂടെ തുറന്നു കാട്ടുന്നത്. ജോയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജെയിംസ് ജോയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, he is known for his experimental use of the language and exploration of new literary methods, especially interior monologue, symbolic parallels, puns, allusions. Especially he has used these things in Ulysses and Finnegan's Wake. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത്, അദ്ദേഹം വളരെ എന്താ പറയുക ലിറ്റററി മെത്തേഡ്സ് ഒക്കെ പുതുതായിട്ട് ഇൻവെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പുതിയ രീതികൾ കൊണ്ടുവരുന്ന ഒരു എന്താ പറയുക ഒരു ലിറ്റററി ഫിഗർ ആണ് ജോയ്സി. അദ്ദേഹം എപ്പോഴും ഒരു എക്സ്പെരിമെന്റൽ മൈൻഡുള്ള ഒരാളാണ്. പലതും പരീക്ഷിക്കുന്ന, അദ്ദേഹത്തിന്റെ വർക്ക്സിലൂടെ പല മെത്തേഡ്സും പല ലിറ്റററി മെത്തേഡ്സും പരീക്ഷിക്കുന്ന ഒരാളാണ് ജോയ്സി. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇതുപോലെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ചില പുതിയ ലിറ്റററി മെത്തേഡ്സ് ആണ് ഇന്റീരിയർ മോണോലോഗ്. ഓക്കെ, ഇന്റീരിയർ മോണോലോഗ്, പിന്നെ സിംബോളിക് പാരലൽസ്, പൺസ്, അല്യൂഷൻസ് ഒക്കെ. ഇതെല്ലാം അദ്ദേഹം നല്ലപോലെ യൂസ് ചെയ്തിട്ടുള്ള 2 വർക്ക്സ് ആണ്, യുലീസസും പിന്നെ ഫിനഗൻസ് വേക്കും. ഓക്കെ, അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് fall if you will but rise you must. നമ്മൾ ചിലപ്പോ വീണേക്കാം, പക്ഷെ എഴുന്നേൽക്കേണ്ടത്, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടത് നമ്മുടെ എന്താ പറയാ വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ജെയിംസ് ജോയ്സി ആ ഒരു കോട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ ഒരു കോട്ട് തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവണം, ഓർമ്മ വരണം ഇത് ജെയിംസ് ജോയ്സിയുടേതാണെന്ന്. ഓക്കെ, now the next one, who among the following was not an imagist? ഈ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ ആരാണ് ഇമാജിസ്റ്റ് അല്ലാത്തത്? ഇമാജിസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും അവരുടെ വർക്ക്സിൽ ഇമേജറീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇമേജിസ്റ്റ് എന്ന് പറയുന്നത്. അധികം അങ്ങനെ യൂസ് ചെയ്യാത്തത് ഇതിൽ ആരാണ്? എസ്ര പൗണ്ട്, T.E. Hulme, Dylan Thomas, Hilda Doolittle. So the answer is Dylan Thomas. Okay, he is not an imagist compared to the other options. മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹമാണ് ഇമാജിസ്റ്റ് അല്ലാത്തത്. അപ്പോൾ ഡെലൻ തോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹിസ് മോഡേണിസ്റ്റ് റൈറ്റിംഗ് കമ്പൈൻഡ് ദ എലമെന്റ്സ് ഓഫ് റൊമാൻറ്റിസിസം ആൻഡ് സർറിയലിസം. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താ പറയാ വർക്ക്സ് കുറച്ച് മോഡേണിസ്റ്റ് ടൈപ്പ് ഓഫ് വർക്ക്സ് ആണ്. അതിൽ കൂടുതലും റൊമാൻറ്റിസിസത്തിന്റെയും സർറിയലിസത്തിന്റെയും എലമെന്റ്സ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. His poetry is replete with images of life and death and their cyclicality and rebirth. അപ്പൊ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ മിക്കപ്പോഴും വരുന്ന അല്ലെങ്കിൽ ആവർത്തനമായിട്ട് വരുന്ന ഒരു തീമാണ് ഇത്, ലൈഫിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും. ഓക്കെ, ലൈഫ്, ഡെത്ത് അല്ലെ, ജീവൻ, അതുപോലെ ജീവിതം, മരണം, അതുപോലെ ആൻഡ് ദെയർ സൈക്ലിക്കാലിറ്റി, പിന്നെയും ജീവിക്കുക പിന്നെയും മരിക്കുക അല്ലെ, റീബർത്ത്, ഇതിലൊരു സൈക്കിളാണ് അല്ലെ, പലരും ജീവിക്കുന്നു മരിക്കുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പലപ്പോഴും അദ്ദേഹം ആ ഒരു തീംസ് ആണ് അദ്ദേഹത്തിന്റെ പോയട്രിയിൽ നമ്മൾ കാണാറുള്ളത്. അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഫേൺഹിൽ, ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്, ദ ഫോഴ്സ് ദാറ്റ് ത്രൂ ദ ഗ്രീൻ ഫ്യൂസ് ഡ്രൈവ്സ് ദ ഫ്ലവർ. ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ അറിയപ്പെടുന്ന മേജർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഡിലാൻ തോമസിന്റെ മിക്ക വർക്ക്സിലും ലൈഫിനെയും ഡെത്തിനെയും കുറിച്ചാണ് തീംസ് ഉണ്ടാവുന്നത്. The next question, Martin Esslin introduced the concept of. Martin Esslin introduced the concept ഏതാണ്? Alienation effect ആണോ, theatre of the absurd ആണോ,
effective fallacy ആണോ authoritarianism ആണോ? The answer is theatre of the absurd. So he coined, okay, ആരാണ്? Martin Esslin. Martin Esslin coined the term theatre of the absurd in his 1961 book of the same name. അപ്പോൾ theatre of the absurd എന്ന പേരിൽ തന്നെ അദ്ദേഹം 1961 ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതേ പേരിലുള്ള ആ ഒരു ബുക്കിൽ തന്നെയാണ് ഈ ഒരു തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് എന്നൊരു ടേം അദ്ദേഹം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ അബ്സേർഡ്? അബ്സേർഡിസം എന്താണ്? അബ്സേർഡിസം ഈസ് ദ ഇനവിറ്റബിൾ ഡിവാലുവേഷൻ ഓഫ് ഐഡിയൽസ്, പ്യൂരിറ്റി ആൻഡ് പർപ്പസ്. അപ്പോ അബ്സേർഡിസം എന്ന് പറയുന്നത് ഈ ഐഡിയൽസ്, അതുപോലെ പ്യൂരിറ്റി, പേർപ്പസ്, നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ എന്താ പറയാ കൊടുക്കുന്ന മോറൽസ് അല്ല, എല്ലാം നമ്മൾ അതിൽ എന്താ പറയാ കൊടുക്കുന്ന വാല്യൂസ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഈ അബ്സേർഡിസം പറയുന്നത്. പലപ്പോഴും ഈ ഐഡിയൽസ്, പ്യൂരിറ്റി ഓഫ് സംതിങ്, ചിലതിൻ്റെ ഒക്കെ ഈ ശുദ്ധമായത് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ എലമെന്റ്സിനൊന്നും വാല്യൂ ഇല്ല എന്നാണ് ഈ ഒരു അബ്സേർഡിസം തുറന്നു കാട്ടുന്നത്. ദ ഇനെവിറ്റബിൾ ഡീവാലുവേഷൻ. ഡീവാലുവേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഇല്ലാതാക്കുക അല്ലെ. ഇനെവിറ്റബിൾ, ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത വാല്യൂസ് ഒക്കെ എന്തിനു വേണ്ട വാല്യൂസ്? ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊന്നും, അല്ലെങ്കിൽ ഓരോ ആൾക്കാർ പറയുന്ന ഐഡിയൽസ്, അവരുടെ കുറെ തത്വങ്ങൾ, ഫിലോസഫി, ഇതിനൊന്നും വാല്യൂസ് ഒന്നും ഇല്ല എന്നാണ് ആര് പറയുന്നത്? ഈ അബ്സേർഡിസം പറയുന്നത്. ദ ഇനെവിറ്റബിൾ ഡിവാലുവേഷൻ ഓഫ് ഐഡിയൽസ്, പ്യൂരിറ്റി ആൻഡ് പർപ്പസ്. It attacks this absurdism അല്ലെങ്കിൽ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് ഡ്രാമാസ്, ഇതെല്ലാം attacks the comfortable certainties of religious or political orthodoxy. മതപരമായിട്ടുള്ളതും പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള ഓർത്തഡോക്സ് സംഭവങ്ങൾ, ഓർത്തഡോക്സിക് തിങ്സിനെ എല്ലാം അറ്റാക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അബ്സേർഡിസം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഓർത്തഡോക്സി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാത്തിനും എന്താ പറയുക, ഒരു മൊറാലിറ്റി, ഭയങ്കരമായിട്ട് ഇന്ന റൂൾസ്, ഇന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുന്ന ഒരു ടൈപ്പാണ് ഈ ഓർത്തഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയെല്ലാം ഡിവാല്യൂ ചെയ്യുന്നതാണ് അബ്സേർഡിസം. ഓക്കെ, the next one, The Myth of Sisyphus in 1942 was written by whom? Albert Camus, Martin Esslin, J.P. Sutter, and M. Heidegger. Who wrote this? The Myth of Sisyphus. ആരാണ് അത് എഴുതിയത്? It's Albert Camus. So Camus uses the Greek legend of Sisyphus as a metaphor for the individual's persistent struggle against the essential absurdity of life. അപ്പോ ആൽബർട്ട് കാമസ് ഇവിടെ മിത്ത് ഓഫ് സിസിഫസ് എന്നാണ് പേര് അല്ലെ. അപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിസിഫസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ലെജൻഡ് ആണ്. ഓക്കെ, ഗ്രീക്ക് ലെജൻഡ് ആണ് സിസിഫസ് എന്ന് പറയുന്നത്. അപ്പോ അത് ശരിക്കും സിസിഫസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിസിഫസിന് എന്താ പറയാ, ഗോഡ് ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ പാറക്കല്ല് ഒരു ഹില്ലിന് മേലോട്ട് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകണം. അത് മേലെ എത്തുന്നത് വരെയും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു എന്താ പറയാ, അതൊരു പണിഷ്മെന്റ് ആയിരുന്നു ഫ്രം ദ പാർട്ട് ഓഫ് ഗോഡ് ടു സിസിഫസ്. അപ്പൊ ഇവിടെ സിസിഫസിനെ ഒരു മെറ്റഫർ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ വർക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ എന്ത് കാണിക്കാനാണ്, ആരെ കാണിക്കാനാണ്, എന്തിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മെറ്റഫർ അവിടെ സിസിഫസിനെ കൊടുത്തിരിക്കുന്നത്? For the individual's persistent struggle against the essential absurdity of life. അപ്പോൾ നമ്മളെ ലൈഫിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചിലപ്പോൾ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വളരെ എന്താ പറയാ റയർ ആയിട്ട് നമുക്കത് നേടാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ അതിന്റെ പിന്നാലെ പിന്നെയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ഒരു ഇൻഡിവിജ്വൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുക. ഒരു ഇൻഡിവിജ്വൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഇത് പറ്റൂല, നമുക്കറിയാം നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് നമ്മൾ പറയുമെങ്കിലും ചില കാര്യങ്ങൾ വളരെ റയറായിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മളെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് അതിന്റെ പിന്നാലെ പിന്നെയും സ്ട്രഗിൾ ചെയ്യാണ്. നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റിൽ ജീവിക്കണം എന്നാണ് പറയാ അല്ലെ. കാരണം നമുക്ക് ഫ്യൂച്ചർ നോക്കി അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് നമുക്ക് പ്രസന്റ് നഷ്ടപ്പെടും. അപ്പൊ പ്രസന്റ് എപ്പോഴും സീസ് ദ മൊമെന്റ് അല്ലെ, സീസ് ദ മൊമെന്റ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മളെപ്പോഴും ആ ഒരു മൊമെന്റ് ഓഫ് ദ ലൈഫ് നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യും, അത് വർത്താക്കാൻ നമ്മൾ ശ്രമിക്കുക. പക്ഷെ നമ്മൾ മറ്റുള്ള ചില കാര്യങ്ങൾക്ക്, നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെയും സ്ട്രഗിൾ ചെയ്ത് നമ്മളുടെ എന്താ പറയാ പ്രസന്റിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ
അത് എന്നേക്കുമായിട്ടുള്ള ഒരു ലോസ് തന്നെയാണ് അല്ലെ. അപ്പൊ അത്തരം ഇൻഡിവിജ്വൽസിനെ കമ്പയർ ചെയ്യാനായിട്ടാണ് സിസിഫസിന് ഇവിടെ കേമസ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഹി റിസീവ്ഡ് കേമസ് എന്ത് നേടിയിട്ടുണ്ട്? നൊബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1957. അദ്ദേഹത്തിന് 1957 ലിറ്ററേച്ചറിൽ നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള 3 നോവൽസ് ആണ് ദി സ്ട്രേഞ്ചർ, ദി പ്ലേഗ് ആൻഡ് ദ ഫോൾ. പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള 2 എസ്സേകളാണ് ദ മിത്ത് ഓഫ് സിസിഫസും പിന്നെ ദ റെബലും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, the following are the components of Sigmund Freud's theory of mind except. അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ തിയറി ഓഫ് മൈൻഡിലെ കോമ്പോണൻസ് ആണ്. സിഗ്മണ്ട് ഫ്രൂയിഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം മൈൻഡുമായിട്ടല്ലേ, നമ്മളൊരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് സിഗ്മണ്ട് ഫ്രൂയിഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി ഓഫ് മൈൻഡിലെ കോമ്പോണൻസ് ഉണ്ട്. ഈ 4 ഒരാൾ ഒഴിച്ച്. ആരാണത്? ഇതിൽ പെടാത്ത കോമ്പണൻസിൽ പെടാത്തത് ആരാണ്? ഇഡാണോ, ഈഗോയാണോ, സൂപ്പർ ഈഗോയാണോ, സൂപ്പർ ഇഡാണ്? ദി ആൻസർ ഈസ് സൂപ്പർ ഇഡ്. സൂപ്പർ ഇഡ് എന്ന് പറയുന്ന കോമ്പണന്റ് ഇല്ല അല്ലെ. ഈഗോ, സൂപ്പർ ഈഗോ, ഇഡ്, ഈ 3 എന്ത് ദ കോമ്പണൻസ് ഓഫ് മൈൻഡ്. ഓക്കെ, തിയറി ഓഫ് മൈൻഡിലെ കോമ്പണൻസ് ഇവ 3 So Freud proposed that interactions and conflicts among id, ego and super ego create personality. അപ്പോൾ ഫ്രൂയിഡ് പറയുന്നത് എന്താണ്? ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസും കോൺഫ്ലിക്ട്സുമാണ് ഒരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഇഡ്, എന്താണ് ഈഗോ, എന്താണ് സൂപ്പർ ഈഗോ? ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ഫിഗേഴ്സ് നോക്കാട്ടോ. ഈ ഒരു ഹെഡ്, ഒരു എന്താ പറയാ, ബ്രെയിനിൽ കൊടുത്തിരിക്കുന്ന ആ ടൈപ്പ് ഒരു ഇമേജ് നോക്കുക. ഇഡ് എന്ന് പറയുന്നത് ബേസിക് ഇൻസ്റ്റിങ്സ് ആണ്, നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന നമ്മളെ ഡിസയേഴ്സ്, ഇൻസ്റ്റിങ്റ്റുകളാണ്. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മോറൽസും വിർച്യൂസും. നമ്മൾ എപ്പോഴും പുറത്തോട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെപ്പോഴും മോറൽസ് അല്ലെങ്കിൽ മൊറാലിറ്റിയും വിർച്യൂസും ഒക്കെ കാണിക്കുന്ന ടൈപ്പിലെ ആൾക്കാരാണ് നമ്മളെല്ലാവരും. നല്ല രീതിക്ക്, നല്ല പിള്ള സമയം എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് നിൽക്കുള്ളൂ. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിലെ മോറൽസ് എന്തൊക്കെയാണ്, സൊസൈറ്റിയിൽ നമ്മൾ പാലിക്കേണ്ട റൈറ്റ്സ് എന്തൊക്കെയാണ്. അപ്പൊ അതെല്ലാം സൂപ്പർ ഈഗോയിൽ വരുന്നതാ. പിന്നെ റിയാലിറ്റി എന്താണോ ശരിക്കും സംഭവിക്കുന്നത് അതാണ് ഈഗോ. ഇഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നർ സെൽഫിലുള്ള സംഭവങ്ങളാണ്. നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ്, പുറത്തെടുക്കാതെ. പുറത്ത് എടുക്കാൻ പറ്റുന്നത് എടുക്കും, പക്ഷെ നല്ലതാണെങ്കിൽ മാത്രമേ പുറത്തെടുക്കുള്ളൂ. അതാണ് ഇഡ്. ഉള്ളിലുള്ള നമ്മുടെ ഡിസയേഴ്സും ഇൻസ്റ്റിങ്റ്റുകളുമാണ്. അപ്പോ ഇവിടെ മേലെ കൊടുത്തിരിക്കുന്ന ഇമേജ് നോക്കിയേ. ഇഡ് എന്ന് പറയുന്നത് ഐ നീഡ് ടു ഈറ്റ് റൈറ്റ് ദിസ് സെക്കൻഡ്. ഐ നീഡ് ടു ഈറ്റ് റൈറ്റ് ദിസ് സെക്കൻഡ്. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഇപ്പൊ കഴിക്കണം. എന്താണ് കഴിക്കേണ്ടത്? എന്തോ സംഭവം കഴിക്കണം, ഇപ്പൊ കഴിക്കണം. അപ്പോ ഈഗോ എന്ന് പറയുന്നത്, ഈഗോ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ലൈക്ക് ഈഗോ റിയാലിറ്റി ആണ് അല്ലേ. അപ്പൊ തിന്നണോ വേണ്ടേ എന്നുള്ളൊരു ഡിസിഷൻ മേക്കിംഗ്, ആ ഒരു പ്രോസസ്സിങ് നടക്കുകയാണ് ഈഗോയിൽ. അപ്പൊ സൂപ്പർ ഈഗോ പറയാണ് യു കാൺ ഡു ദാറ്റ് ബിക്കോസ് യു ആർ ഇൻ ദ മിഡിൽ ഓഫ് എ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്. ഇപ്പൊ നിങ്ങളുടെ വളരെ ഇമ്പോർട്ടന്റ് മീറ്റിംഗിലാണ്, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ കഴിക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം, എനിക്ക് ഇപ്പൊ കഴിക്കണം, ഓക്കെ, വിശക്കുന്നുണ്ട്. പക്ഷെ സൂപ്പർ ഈഗോ പറയാണ് ഇപ്പൊ കഴിക്കാൻ പറ്റില്ല, ഇപ്പൊ നിങ്ങൾ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗിലാണ്. അപ്പോ ഈഗോ ഡിസൈഡ് ചെയ്യും എന്ത്, ഇപ്പൊ കഴിക്കണ്ട, റിയാലിറ്റി അത്രയും, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതാണ് ഇഡ്, സൂപ്പർ ഈഗോ ആൻഡ് ഈഗോ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഹു റോട്ട് ദ പിക്വിക് പേപ്പേഴ്സ്? പിക്വിക് പേപ്പേഴ്സ് എഴുതിയത് ആരാണ്? തോമസ് ഹാർഡി, ഫ്രാൻസ് കഫ്ക, ചാൾസ് ഡിക്കൻസ് ആൻഡ് ഹെൻറി ജെയിംസ്. ഇവരിൽ ആരാണ് പിക്വിക് പേപ്പേഴ്സ് എഴുതിയിരിക്കുന്നത്? The answer is ചാൾസ് ഡിക്കൻസ്. ചാൾസ് ഡിക്കൻസ് ആണ് പിക്വിക് പേപ്പേഴ്സ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പിക്വിക് പേപ്പേഴ്സ് എന്നല്ല ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ പോസ്തുമസ് പേപ്പേഴ്സ് ഓഫ് ദ പിക്വിക് ക്ലബ്. അറിഞ്ഞിരിക്കുക കേട്ടോ, ചിലപ്പോൾ ഫുൾ ടൈറ്റിൽ ചോദിക്കും. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് നോവൽ ബൈ ചാൾസ് ഡിക്കൻസ് ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1836. അദ്ദേഹത്തിന്റെ, ചാൾസ് ഡിക്കൻസിന്റെ ആദ്യത്തെ നോവലാണിത്. 1836 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. It follows the Pickwick Club's journey towards scientific knowledge. അപ്പോൾ ഇതിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ നോവൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്?
നോവലിൽ കടന്നു പോകുന്നത് പിക്വിക് ക്ലബിന്റെ സയന്റിഫിക് നോളജ്, ശാസ്ത്രപരമായിട്ടുള്ള അറിവ് നേടാനുള്ള അവരുടെ ആ ഒരു യാത്ര, അതാണ് നമ്മൾ ഈ ഒരു നോവലിലൂടെ കാണുന്നത് കേട്ടോ. പിക്വിക് ക്ലബിന്റെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ വിക്ടോറിയൻ പീരീഡ് ആണ് നമ്മൾ ചാൾസ് ഡിക്കൻസ്. അദ്ദേഹം വിക്ടോറിയൻ പീരീഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ മറ്റ് ഫേമസ് വർക്കുകൾ ചിലത് ഏതൊക്കെയാണ്? ഒലിവർ ട്വിസ്റ്റ്, ക്രിസ്മസ് കരോൾ, ഡേവിഡ് കോപ്പർഫീൽഡ്, ബ്ലീക്ക് ഹൗസ് ആൻഡ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്. കുറെ വർക്ക്സ് ഉണ്ട്, അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് ഫേമസ് ആയിട്ടുള്ളത് ഇവയാണ്. The next question, Goblin Market was written by, ആരാണ് ഗോബ്ലിൻ മാർക്കറ്റ് എഴുതിയത്? സ്റ്റീഫൻ സ്പെൻഡർ, കാത്ലീൻ റെയിൻ, ക്രിസ്റ്റീന റോസറ്റി ആൻഡ് എസ്ര പൗണ്ട്. The answer is Christina Rossetti. So ഇതൊരു പോം ആണ്. Goblin Market. Goblin Market, it's a word, it's a poem. Goblin Market, Christina Rossettiയുടേതാണ്. It tells the story of sisters Laura and Lizzie who are tempted with the fruit by goblin merchants. അപ്പോൾ ഗോബ്ലിൻ മെർച്ചൻസ് എന്താ പറയാ പ്രേരിപ്പിച്ച് ലോറ ആൻഡ് ലിസി എന്ന സിസ്റ്റേഴ്സിനെ ഒരു ഫ്രൂട്ട് കഴിപ്പിക്കും. അതാണ് ആ ഒരു സ്റ്റോറി, ഈ പോയത്തിലെ സ്റ്റോറി. അപ്പോൾ ഇതില് ലോറയാണ് ശരിക്കും ഫ്രൂട്ട് കഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ലോറ അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിൽ ലിസി ചെയ്യുന്ന അതിനു വേണ്ടി ലിസി ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി ലിസി ചെയ്യുന്ന കുറെ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ ക്രിസ്റ്റീന റോസറ്റി കാണിക്കുന്നത്. അപ്പൊ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഷീ മെന്റ് ടു സെൻഡ് അസ് ദ മെസ്സേജ്. എന്ത് മെസ്സേജ് ആണ് നമ്മൾക്ക് അതിലൂടെ തരാനായിട്ട് ക്രിസ്റ്റീന ശ്രമിക്കുന്നത്? ഇറ്റ് റിഫ്ലെക്ട്സ് ദ റോൾ ഓഫ് വുമൻ ഇൻ വിക്ടോറിയൻ സൊസൈറ്റി. അപ്പൊ വിക്ടോറിയൻ സൊസൈറ്റിയിലെ വിമന്റെ റോള്, സ്ത്രീകളുടെ റോള് ആ സമയത്ത് അതിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് ആണ് ക്രിസ്റ്റീന റോസറ്റി ഈ ഒരു പോയത്തിലൂടെ നമുക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോ വിക്ടോറിയൻ പീരീഡിലെ വിമന്റെ സ്ട്രഗിൾസ് ഒക്കെ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ക്രിസ്റ്റീന റോസറ്റിയുടെ മറ്റൊരു വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു പോയമാണ് റിമെമ്പർ. The next question, Epistle to Dr. Arbuthnot is written by ധാരാണ് എഴുതിയത്? Alexander Pope, Jonathan Swift, R.B. Sheridan and John Dryden. The answer is Alexander Pope. അപ്പോൾ ഈ ഒരു വർക്ക്, ദാറ്റ് ഈസ് Epistle to Dr. Arbuthnot എന്ന് പറയുന്നത് ഒരു സെറ്റൈറിക് പോയമാണ് കേട്ടോ. പരിഹാസ്യം അല്ലെ, പരിഹാസ്യമായിട്ടുള്ള ഒരു പോമാണ്. which is addressed to his friend John Arbuthnot. അതിൽ ജോൺ ആർബത്നോട്ട് എന്ന അദ്ദേഹത്തിന്റെ ഫ്രണ്ട്, അലക്സാണ്ടർ പോപ്പിന്റെ ഫ്രണ്ടിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം 1735. അപ്പോൾ ഈ ഒരു പോത്തില് പറയുന്ന അല്ലെങ്കിൽ അതിലുള്ള തീംസ് ഏതൊക്കെയാണ്? ഫെയിം, റെപ്യൂട്ടേഷൻ ആൻഡ് ക്രിറ്റിസിസം. ഫെയിം അല്ലെ, പോപ്പുലാരിറ്റി, പിന്നെ റെപ്യൂട്ടേഷൻ, പിന്നെ ക്രിറ്റിസിസം, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന തീംസ്. അപ്പോൾ അലക്സാണ്ടർ പോപ്പിന്റെ മറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ദി റേപ്പ് ഓഫ് ദ ലോക്ക്, പാസ്ട്രൽസ്, എസ്സേ ഓൺ മാൻ ആൻഡ് എസ്സേ ഓൺ ക്രിറ്റിസിസം. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ കുറച്ച് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. The next question, who among the following is the first African American woman to receive the Nobel Prize for Literature? ലിറ്ററേച്ചറിലെ നൊബേൽ പ്രൈസ് ആദ്യമായിട്ട് നേടിയ ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ആരാണ്? ആലിസ് വാക്കർ, മായ ഏഞ്ചലോ, ടോണി മോറിസൺ ആൻഡ് സോറ നീൽ ഹെർസ്റ്റൺ. The answer is Toni Morrison. She is the first Afro-American woman to receive the Nobel Prize in Literature, and she won this Nobel Prize in the year 1993. അപ്പോൾ ആദ്യമായിട്ട് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ലേഡി വുമൺ നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിൽ നേടിയിട്ടുള്ളത് ടോണി മോറിസൺ ആണ്. നേടിയിരിക്കുന്ന വർഷം 1993. പിന്നെ she won several awards for her novel Beloved എന്ന് പറഞ്ഞ ടോണി മോറിസന്റെ ഒരു വർക്കിനാണ്. she has received many awards 1987. അപ്പോ ഈ നൊബേൽ പ്രൈസ് കിട്ടിയത് ബിലവഡിന് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ബിലവഡും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചില വർക്ക്സിനും കൂടിയിട്ടാണ് ടോണി മോറിസന് നൊബേൽ പ്രൈസ് കിട്ടിയത്. ബിക്കോസ് ഓൾമോസ്റ്റ് കുറച്ച് അധികം വർക്ക്സിൽ ടോണി മോറിസൺ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ ആഫ്രിക്കൻ വുമണിനെ കുറിച്ച്, അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ചാണ് ടോണി മോറിസൺ വർക്ക്സിലൂടെ പോർട്രേ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ ബിലവഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ റൺ അവേ സ്ലേവ്. ഓക്കെ, എന്ന് വെച്ചാല് ഓടിപ്പോയിട്ടുള്ള ഒരു അടിമ,
എന്നുവെച്ചാൽ കഷ്ടപ്പാട് സഹിച്ച് അത്രയും ഓപ്പറേഷനൊക്കെ സഹിച്ച് ഓടി പോകേണ്ടി വന്ന ഒരു അടിമ, ഒരു സ്ലേവിന്റെ കഥയാണ് ബിലവഡിൽ പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ തീമിൽ തന്നെ ചില വർക്ക്സും കൂടി ടോണി മോറിസൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ടോണി മോറിസന് കിട്ടിയത്. ആൻഡ് പിന്നെ ടോണി മോറിസന്റെ ബാക്കി കുറച്ച് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ദ ബ്ലൂവസ്റ്റ് ഐസ്, സോങ് ഓഫ് സോളമൻ, ടാർ ബേബി, ജാസ്, സൂല, പാരഡൈസ്, ഗോഡ് ഹെൽപ്പ് ദ ചൈൽഡ്, etc. The next question, whom did John Keats regard as the prime example of negative capability? നെഗറ്റീവ് കേപ്പബിലിറ്റിയുടെ വളരെ പ്രൈം എക്സാമ്പിൾ ആയിട്ട് കീറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആരെയാണ്? ജോൺ ഡണ്ണിനെയാണോ, ജോൺ മിൽട്ടനെയാണോ, വില്യം ഷേക്സ്പിയറിനെയാണോ, വില്യം വേർഡ്സ്വർത്തിനെയാണോ? ദി ആൻസർ ഈസ് വില്യം ഷേക്സ്പിയർ. എന്തുകൊണ്ടായിരിക്കാം? അക്കോർഡിംഗ് ടു കീറ്റ്സിന്റെ ഒരു അഭിപ്രായത്തിൽ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു പുട്ട് അസൈഡ് ദ ലോജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ സർവീസ് ഓഫ് ദ ഇമോഷണൽ ടെയിൽ. അപ്പോൾ വില്യം ഷേക്സ്പിയറിന് ഈ ഒരു നെഗറ്റീവ് കേപ്പബിലിറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് ജോൺ കീറ്റ്സ് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് നെഗറ്റീവ് കേപ്പബിലിറ്റി? അത് ലോജിക്കൽ ഫാക്ടേഴ്സിനെ എല്ലാം ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി, ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ദ എബിലിറ്റി ടു പുട്ട് അസൈഡ് ദ ലോജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ്. ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില വളരെ ഇമ്പോർട്ടൻ്റ് സിറ്റുവേഷൻസിലുള്ള ലോജിക്കൽ ഫാക്ടേഴ്സിനെ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് എന്തിന്? ഇമോഷണൽ ടെയിലിന് വേണ്ടിയിട്ട്. ഇമോഷണൽ ടെയിൽ ദാറ്റ് മീൻസ് വളരെ എന്താ പറയാ, ഇമോഷൻസിനെ കുറിച്ചുള്ള ചില സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ, അതിന് പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട് ചില ലോജിക്കൽ ഫാക്ടേഴ്സിനെ സൈഡിലേക്ക് നിർത്തുക. ആ ഒരു എബിലിറ്റിയാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അത് ഷേക്സ്പിയർ നല്ലോണം ഉണ്ടെന്നാണ് കീറ്റ്സ് പറയുന്നത്. ഓക്കെ, then the next question, who among the following is credited with the making of the first authoritative dictionary of English language? Very simple and very important ആണ്. നമ്മള് ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് ഡിക്ഷണറി ആരാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അക്രെഡിറ്റ് ആർക്കാണ്? ബിഷപ്പ് ബെർക്ലിക്കാണോ, ഹൊറൈസ് വാൾപോളിനാണോ, എഡ്മണ്ട് ബുർക്ക് ഓർ സാമുവൽ ജോൺസൺ? Obviously we know it's Samuel Johnson, and the year of the publication of that dictionary is 1755. Okay, so that's all for today. അപ്പോൾ ഇത്രയും questions keep in your mind. Not all these things, notable works ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. And we will see with other questions in the next class. Till then, bye and thank you from English Edition.